ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത്. പലരും വാസ്തു ശ്രദ്ധിക്കുന്നത് പല ദോഷങ്ങളും അകറ്റാനാണ്. വാസ്തുദോഷമുണ്ടെങ്കിൽ സമാധാനം ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. ഇത് സത്യമായൊരു കാര്യമാണ്. വാസ്തു എന്നത് സത്യമുള്ള ശാസ്ത്രമാണ്. ഇതിനാൽ തന്നെയാണ് വീട് പണിയുമ്പോൾ നാം വാസ്തു ശ്രദ്ധിക്കുന്നത്. വാസ്തു പുരുഷൻ എന്നാണ് പറയുക. നാം എത്ര സ്വരൂപിച്ചാലും വാസ്തുദോഷമുണ്ടെങ്കിൽ അത് സമാധാനമായി അനുഭവിക്കാനുള്ള യോഗം നമുക്കുണ്ടാകില്ല എന്നതാണ് വാസ്തവം. നമ്മുടെ വീടിന്റെ ഒരു പ്രത്യേക ഭാഗം ഒരിക്കലും ഇരുണ്ടതാകാൻ പാടില്ല. മാത്രമല്ല രാത്രിയെങ്കിലും പകലെങ്കിലും ഇവിടെ വെളിച്ചവും വേണം. വീടിന്റെ പ്രധാനപ്പെട്ട ദിക്കും ഐശ്വര്യവും വരുന്ന ദിക്കാണ് വീടിന്റെ ഈശാന കോൺ അഥവാ വടക്ക് കിഴക്ക് മൂല എന്നത്. ഇതിലൂടെയാണ് എല്ലാ തരത്തിലുള്ള പോസിറ്റീവ് ഊർജവും കടന്നു വരേണ്ടത്. ഇതിനാൽ ഈ ഭാഗത്ത് അന്ധകാരം കടന്നു വരാൻ അനുവദിക്കരുത്. രാത്രിയാണെങ്കിൽ ലൈറ്റ് ഇട്ട് വെക്കുക. കുറഞ്ഞത് ഒരു 0 വാട്ട് ബൾബെങ്കിലും ഇടുക. എപ്പോഴാണ് ഈ ഭാഗം അന്ധകാരം നിറഞ്ഞതാകുന്നത് അപ്പോൾ നമ്മുടെ ജീവിതവും ഇതുപോലെയാകും എന്നാണ് വാസ്തുപ്രകാരം പറയപ്പെടുന്നത്. അതുപോലെ തന്നെ പകൽ സമയത്ത് ഈ ഭാഗത്ത് സൂര്യനെ മറയ്ക്കുന്ന വിധത്തിലെ എന്തെങ്കിലും മരങ്ങളോ ചെടികളോ മറ്റെന്തെങ്കിലും വസ്തുക്കളോ ഉണ്ടാകാൻ പാടില്ല. ഈ ഭാഗം സൂര്യപ്രകാശം നിറയുന്ന രീതിയിൽ നിർത്തണം. ഭിത്തിയോട് ചേർന്ന് ജനലുണ്ടാകുന്നത് ഏറെ നല്ലതാണ്. ഇതിലൂടെ പ്രകാശം വരുന്നത്, പോസിറ്റീവ് ഊർജം വരുന്നത് നല്ലതാണ്. വീടിന് ഏറെ ഐശ്വര്യം നൽകുന്ന നിർമ്മിതിയാണിത്. ഈ ഭാഗത്ത് എപ്പോഴും നല്ല പോസിറ്റീവ് ഊർജം നിറയ്ക്കുന്ന വിധത്തിൽ നല്ല സസ്യങ്ങൾ വളർത്തി നിർത്തുക. അതുപോലെ വടക്ക് കിഴക്ക് മൂലയിൽ ഒരു താമരക്കുളം ഉണ്ടാകുന്നത് ഏറെ നല്ലതാണ്. ഇത് ധനവരവിന് നല്ലതാണ്. ഇവിടെ ടബോ ചെറിയ കുളമോ വെച്ച് അതിൽ താമര വളർത്താം. താമരപ്പൂ വിടരുന്നത് ഏറെ ഐശ്വര്യദായകവുമാണ്. ഇതുപോലെ വടക്ക് കിഴക്കേ മൂല താഴ്ന്നു കിടക്കണം. ഇതിനാലാണ് ഈ ഭാഗത്ത് കിണർ പോലുള്ളവ കുഴിക്കുന്നതും അതും വാസ്തു പറയുന്ന ഒന്നാണ്. ഈ ഭാഗത്ത് ചപ്പു ചവറുകൾ കൂട്ടിയിടരുത്. ആ ഭാഗത്തേക്ക് ഇത് തൂത്തു കൂട്ടരുത്. അതുപോലെ തന്നെ തീയും ഒന്നും ഇടരുത്. ഇതെല്ലാം മരണദോഷം വരുത്തി വെക്കുന്നതാണ്. അതുപോലെ ടോയ്ലറ്റ് പോലുള്ള കാര്യങ്ങളും ഈ ഭാഗത്ത് വരരുത്. ഈ ഭാഗത്ത് വിറക് പുരയും പാടില്ല. അതുപോലെ തന്നെ വിറക് കൂട്ടിയിടരുത്. പക്ഷി മൃഗാദികളുടെ കൂട് പാടില്ല. ഈ ഭാഗം എപ്പോഴും വളരെ ഭംഗിയായി വൃത്തിയായി ഇടാൻ ശ്രദ്ധിക്കുക. വടക്ക് കിഴക്ക് മൂലയിലാണ് ഏറ്റവും ശക്തവും പ്രയോജനകരവുമായ ഊർജം സൃഷ്ടിക്കപ്പെടുന്നത്. ഐശ്വര്യം കൊണ്ടുവരുമെന്ന് പറയപ്പെടുന്ന 2 ദേവന്മാരായ കുബേരനും ശിവനും ചേർന്നാണ് വടക്കു കിഴക്കേ മൂല വാസ്തു നിരീക്ഷിക്കുന്നത്. വടക്കു കിഴക്കേ മൂലയിലെ വാസ്തുദോഷങ്ങൾ ഒരു വസ്തുവിന്റെ വടക്ക് കിഴക്ക് മൂലയിലെ കുറവുകളോ അപൂർണതകളോ സൂചിപ്പിക്കുന്നു. ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കുടുംബത്ത് സ്ഥിരമായി സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വടക്കു കിഴക്കേ സ്ഥാനം ഒന്ന് പരിശോധിക്കേണ്ടതാണ്. പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടതുമാണ്. ആദ്യത്തേതാണ് ആരോഗ്യ പ്രശ്നങ്ങൾ. വീട്ടിലുള്ളവർക്ക് സ്ഥിരമായി അസുഖങ്ങൾ, അതായത് ആരോഗ്യ പ്രശ്നങ്ങൾ, അത് ശാരീരികമോ മാനസികമോ ആയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ വടക്ക് കിഴക്കേ മൂലയിലെ പ്രശ്നങ്ങൾ നിങ്ങൾ പരിഹരിക്കേണ്ടതാണ്. അടുത്തത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ. വീട്ടിലെ സ്ഥിരമായ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾ വീടിന്റെ വടക്ക് കിഴക്കേ മൂല ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് കരിയറിലെ സ്തംഭനാവസ്ഥ. ജോലിയിലെ വളർച്ചയുടെ അഭാവം, അതുപോലെ ജോലിയുടെ അതൃപ്തി, അതുപോലുള്ള മറ്റു പ്രശ്നങ്ങളൊക്കെ സ്ഥിരമായി ഉണ്ടാകുകയാണെങ്കിൽ വീടിന്റെ വടക്ക് കിഴക്കേ മൂല നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിച്ച് അതിനു വേണ്ട പരിഹാരങ്ങൾ ചെയ്യേണ്ടതാണ്. അടുത്തത് വിദ്യാഭ്യാസപരമായ തിരിച്ചടികൾ, അതുപോലെ തന്നെ ബന്ധപ്രശ്നങ്ങൾ. വീട്ടിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിലും അതുപോലെ തന്നെ എപ്പോഴും വീടുകളിൽ വഴക്കുകളോ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്വരച്ചേർച്ചയില്ലായ്മകളോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ
അത് വടക്ക് കിഴക്കേ മൂലയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക, അത് പരിഹരിക്കേണ്ടതാണ്. ഇനി അതിനുള്ള പരിഹാരങ്ങൾ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കാം. ആദ്യം പറഞ്ഞതുപോലെ തന്നെ നല്ല വൃത്തിയും വെളിച്ചവും നിലനിർത്തുക. വടക്ക് കിഴക്കേ മൂല വൃത്തിയുള്ളതും അതുപോലെ തന്നെ നല്ല വെളിച്ചവും ഉള്ളതുമാക്കി എപ്പോഴും നിലനിർത്തുക. അടുത്തത് ധൂപം ഉപയോഗിക്കുക. ഈ കോണിൽ ധൂപം കത്തിക്കുന്നത് സമാധാനപരവും പോസിറ്റീവുമായ ഊർജം നിലനിർത്താൻ സഹായിക്കുന്ന ഒന്നാണ്. അടുത്തത് വാസ്തു പിരമിഡുകൾ. മൂലയ്ക്ക് സമീപം വാസ്തു പിരമിഡുകൾ സ്ഥാപിക്കുന്നത് വാസ്തു അസന്തുലിതാവസ്ഥ പരിഹരിക്കാൻ സഹായിക്കുന്നതാണ്. അടുത്തത് കിടക്കയുടെ ശരിയായ സ്ഥാനം. നിങ്ങൾക്ക് വടക്ക് കിഴക്ക് ഭാഗത്താണ് കിടപ്പുമുറി ഉള്ളതെങ്കിൽ കിടക്ക മുറിയുടെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് വെക്കുക. അതുപോലെ തന്നെ വടക്കോട്ട് തലവെച്ച് ഉറങ്ങുന്നത് ഒഴിവാക്കുക. സമാധാനപരമായ ഒരു ജീവിതത്തിന് ഇതെല്ലാം ശ്രദ്ധിക്കുക. വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.